ഇന്ന് ചോറിന് കൂട്ടാനായിട്ട് നല്ല നാടൻ കറികളാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരു ഇല്ലേ, അതും പിന്നെ ഉണക്കൽ കറിയും. ചക്കക്കുരു ഞാനിതാ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കട്ടാക്കി കഴുകി, പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ കഴുകി വെച്ച ചക്കക്കുരു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിനൊരു 4-5 വിസിലടിയണം കേട്ടോ. നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ഇതാ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയും കൂടെ ഒന്ന് കഴുകിയിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കൽ ഇതാ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളതും പൊരിക്കാനുള്ളതൊക്കെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ ഇതാ പൊരിക്കാനുള്ള മീനും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊന്നും ഇടുന്നില്ല. വെളുത്തുള്ളി നല്ലോണം ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 പീസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു 4 പച്ചമുളകിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതും കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. ഉണക്കലിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ അടച്ച് വെക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് പച്ചമുളക് അധികം ഇട്ടത്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. മുളക് പൊടി ഒരു പേരിനെ ഇടുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് അടവ് മീനാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കണ്ടില്ലേ, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു കളറിന് മാത്രം. ഇനി അതിലേക്ക് കഴുകി വെച്ച ഉണക്കമീനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ചോറും മീൻ പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി കണ്ടില്ലേ, നല്ലൊരു തിക്കായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ചക്കക്കുരുവാണ് കേട്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചോറ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.